അവൻ മാസ്റ്റർബേറ്റ് ചെയ്യാൻ തുടങ്ങി. എന്തുകൊണ്ടാണ് ഗേൾസ് ഇരുന്ന് മൂത്രം ഒഴിക്കുന്നത്, ബോയ്സ് നിന്ന് മൂത്രം ഒഴിക്കുന്നത്? ബാത്റൂമിന്റെ വാതിക്കൽ പോയി നിൽക്കും ഇവര്, കതക് കുറ്റിയിടാൻ സമ്മതിക്കത്തില്ല. ആർക്കൊക്കെ നേക്കഡായിട്ട് അവരെ കാണാൻ അവകാശമുണ്ട്? ഈ അടുത്തിടെ കുഞ്ഞുങ്ങളിൽ ഉണ്ടാവുന്ന ചില മാനസിക പ്രശ്നങ്ങളെ പറ്റി ഒരു ചർച്ചയിൽ പങ്കെടുക്കാനിടയായി. ആ ചർച്ചയ്ക്കിടെ ഒരാള് അദ്ദേഹത്തിനുണ്ടായ ഒരു ചെറുപ്പകാല അനുഭവം ഷെയർ ചെയ്തു. അദ്ദേഹം ഒരു 40s നിൽക്കുന്ന ഒരാളാണ്. കുറേ വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു സംഭവമാണ്. ആ ചെറുപ്പകാലത്ത് അദ്ദേഹത്തിന്റെ ഒരു ഏറ്റവും വലിയൊരു ഡൗട്ടായിരുന്നു, എന്തുകൊണ്ടാണ് ഗേൾസ് ഇരുന്ന് മൂത്രം ഒഴിക്കുന്നത്, ബോയ്സ് നിന്ന് മൂത്രം ഒഴിക്കുന്നത്? ഈ സംശയം ഓരോ ദിവസം കഴിയും തോറും ബലപ്പെട്ട് വരികയാണ്. ആരോട് ചോദിക്കണം, എങ്ങനെ മനസ്സിലാക്കണം എന്നറിയില്ല. ചോദിക്കാനുള്ളൊരു സ്വാതന്ത്ര്യമൊന്നും ആരുടെ അടുത്തും അന്ന് ഉണ്ടായിരുന്നില്ല. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യത്തില് ഒരു ദിവസം ഇദ്ദേഹത്തിന്റെ വീട്ടില് കസിൻ സിസ്റ്റർ ആരോ താമസിക്കാൻ വന്നു. ഒരു കൂട്ടുകുടുംബമാണ്. അപ്പൊ അവിടെ ചെറിയ പിള്ളേരാരും ഇല്ലായിരുന്നു. ഒരു കസിൻ സിസ്റ്റർ താമസിക്കാൻ വന്നു. അപ്പോൾ അമ്മയും അച്ഛനും കട്ടിലേൽ കിടന്നു. ഈ പുള്ളിയും ഈ മോളും താഴെ കട്ടിലിന്റെ താഴെ പാവിരിച്ചിട്ടാണ് കിടന്നത്. ഈ കൊച്ചു ഉറങ്ങിയതിന് ശേഷം ഇയാൾ പെതുക്കെ കൊച്ചിന്റെ പാൻറ്റീസ് ഒന്ന് ഊരി നോക്കി. അപ്പം ഇത് അറിയാനുള്ള ഒരു ആഗ്രഹമാണ്, ഇത് എന്താണ് എങ്ങനെയാണെന്നൊക്കെ അറിയാനുള്ള ഒരു ആഗ്രഹമാണ്. എന്താണ് എക്സാക്ട്ലി അറിയേണ്ടതെന്ന് പോലും അറിയാനുള്ള ഒരു പ്രായമായിട്ടില്ല. ഐ മീൻ അവിടെ നോക്കിയാൽ വല്ലതും മനസ്സിലാവുമോ അതൊന്നും അറിയില്ല. പക്ഷെ സ്റ്റിൽ ഈ ഒരു ക്യൂരിയോസിറ്റി കാരണം ചെയ്തൊരു കാര്യമാണ്. പക്ഷെ അമ്മ അത് കാണാനിടയായി. അമ്മ വല്ലാതെ ബഹളം വെച്ച് വീട്ടിലുള്ള എല്ലാവരും ഉണർന്നു. കൂട്ടുകുടുംബമായിരുന്നു, അങ്കിളും ആന്റിയും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഈ കസിൻ വന്ന കുട്ടിയുടെ അമ്മയും അച്ഛനും ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ വീട്ടിലുള്ളവരെല്ലാം ഉണർന്ന്, വീട്ടിലുള്ളവരെല്ലാം ഈ കാര്യം അറിഞ്ഞു. അമ്മ കൊച്ചിനെ പൊതിരെ തല്ലിയതിനു ശേഷം അയൽക്കാർ വരെ അറിഞ്ഞു. അത്രത്തോളം വലിയ ഇഷ്യൂ ആയി. അപ്പോ ഇവൻ ചെയ്തത് ശരിക്കും എന്തിനായിരുന്നു? പക്ഷെ പുറത്ത് വന്ന ഒരു ഒരു ഇമേജ് എന്ന് പറയുന്നത്, ഇത്രയും ചെറുപ്പത്തിലെ ഇവൻ ഇത്ര വൃത്തികെട്ട ചിന്താഗതിയുള്ള ഒരു ചെറുക്കനാണല്ലോ എന്നൊരു ചിന്തയായിരുന്നു. ഒരു 6-7 വയസ്സെങ്ങാണ്ടേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ ആ ഒരു പ്രായത്തിൽ ഇത്രത്തോളം വൃത്തികെട്ട ചിന്താഗതിയുള്ള ഒരു കൊച്ച് എന്നുള്ളൊരു മുദ്ര അതിന് കുത്തപ്പെട്ടു. അന്ന് തൊട്ട് ഇത്രയും വലിയൊരു ഇഷ്യൂ ആയതുകൊണ്ട് തന്നെ അയൽക്കാരും ബന്ധുക്കളും ഒക്കെ അറിഞ്ഞത് കൊണ്ട് തന്നെ അന്ന് തൊട്ട് എല്ലാവരും ആ ഒരു കണ്ണോടുകൂടിയാണ് ഈ കുഞ്ഞിനെ നോക്കുന്നത്. പിന്നീട് എന്ത് പ്രശ്നം ഉണ്ടാകുമ്പോഴും എന്ത് വഴക്ക് പറയുമ്പോഴും ഒക്കെ അമ്മ ഇത് തന്നെ എടുത്തിട്ടിട്ട്, നീ അങ്ങനെയുള്ളവനല്ലേ എന്ന് പറഞ്ഞിട്ട് അപമാനിക്കുകയും വിഷമിപ്പിക്കുകയും ഒക്കെ ചെയ്യുമായിരുന്നു. അത് ഭയങ്കര രീതിയിൽ ആ കൊച്ചിന്റെ വളർച്ചാ ഘട്ടങ്ങളിലൊക്കെ ബാധിക്കുകയും ഒരു നല്ല രീതിയിൽ എത്തിപ്പെടാൻ പറ്റാത്തതിന്റെ കുറച്ചും കൂടെ ഒക്കെ നല്ല രീതിയിലല്ല, കുറച്ചും കൂടെ ഒക്കെ വലിയ ലെവലിൽ എത്തിച്ചേരേണ്ട, കുറച്ചും കൂടെ ഒക്കെ നല്ലൊരു ജീവിതം കിട്ടേണ്ട ഒരാളായിരുന്നു. പക്ഷെ അത് കിട്ടാതിരിക്കാനുള്ള ഒരു മെയിൻ റീസൺ ഈ ഒരു ഇൻസിഡന്റ് ആയിരുന്നു. ഇത്രയൊക്കെ പ്രശ്നം ഉണ്ടായിട്ട് പോലും ഇതായിരുന്നു കാരണം, ഇതിനു വേണ്ടിയാണ് ഞാൻ അത് ചെയ്തതെന്ന് ആ അമ്മയെ പറഞ്ഞ് മനസ്സിലാക്കാനുള്ള ഒരു സാഹചര്യം പോലും ആ വീട്ടിൽ ഉണ്ടായിരുന്നില്ല. ആ ഒരു തരത്തിലുള്ള ഒരു ഫ്രീഡം ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ എല്ലാ പേരൻസും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ മക്കൾക്ക് നമ്മളോട് എന്തും ചോദിക്കാനും എന്തും പറയാനുമുള്ള ഒരു ഫ്രീഡം നമ്മൾ കൊടുക്കണം. ഈ സെക്ഷൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് അത് ചെറിയ പ്രായം തൊട്ടേ സമയാസമയങ്ങളിൽ നമ്മൾ കൊടുത്തോണ്ടേയിരിക്കണം. അത് സ്കൂളിൽ നിന്ന് എവിടെന്നെങ്കിലും ഒരു അവയർനെസ് ക്ലാസ് ആയിട്ട് കിട്ടുമെന്നോ അല്ലെങ്കിൽ പഠിക്കുന്ന കാലത്ത് അത് അറിഞ്ഞാൽ മതിയെന്നോ അങ്ങനെയൊന്നും കരുതരുത്. നമ്മൾ പേരൻസ് കൊടുക്കേണ്ടതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. സെക്ഷൽ എഡ്യൂക്കേഷൻ വീട്ടിൽ നിന്ന് തന്നെ തുടങ്ങണം. അത് പേരൻസ് മസ്റ്റായിട്ടും കുട്ടികൾക്ക് അതാത് സമയങ്ങളിൽ കൊടുത്തുകൊണ്ടിരിക്കണം. ഇതിനൊരു പ്രത്യേക പ്രായമുണ്ടോ, ഏത് പ്രായത്തിലാണ് ഇത് സ്റ്റാർട്ട് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഇത് സ്റ്റാർട്ട് ചെയ്യേണ്ടതെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനൊരു പ്രത്യേക പ്രായം നമുക്ക് പറയാൻ പറ്റില്ല. കാരണം കുഞ്ഞുങ്ങളുടെ ഓരോരുത്തരുടെയും മച്യൂരിറ്റി ലെവലും ഐക്യവും ഒക്കെ ഡിഫറെന്റ് ആണ്. അപ്പം ചില കുട്ടികൾ 10 വയസ്സായാലും തീരെ കുഞ്ഞു പിള്ളേരെ പോലെ ബിഹേവ് ചെയ്തുകൊണ്ടിരിക്കും. ചിലർ 5-6 വയസ്സാകുമ്പോൾ തൊട്ടേ വളരെ മച്യൂർഡ് ആയിട്ടുള്ള രീതിയിലുള്ള ചോദ്യങ്ങൾ ചോദിക്കുകയും അങ്ങനെയൊക്കെ ചെയ്യുന്ന കുഞ്ഞുങ്ങളുണ്ട്. അപ്പോൾ അതിന് കൃത്യമായ ഒരു പ്രായം നമുക്ക് പറയാൻ പറ്റില്ല. അതുപോലെ തന്നെ ഓരോ കാര്യങ്ങളും എപ്പം എങ്ങനെ പറഞ്ഞു കൊടുക്കണം എന്നൊരു കൃത്യമായ രീതിയും നമുക്ക് പറയാൻ പറ്റില്ല. ഇതൊക്കെ ഓരോ സാഹചര്യത്തിനനുസരിച്ച് കുട്ടിയുടെ മച്യൂരിറ്റി ലെവലിനനുസരിച്ച് നമ്മൾ പേരൻസ് പറഞ്ഞു കൊടുക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ്. അതിപ്പോ മോളെ ഇങ്ങോട്ട് വന്നിരുന്നേ, അല്ലെ മോനെ ഇങ്ങോട്ട് വന്നിരുന്ന ഞാനൊരു കാര്യം പറയട്ടെ എന്ന് പറഞ്ഞിട്ട് ഓരോ കാര്യങ്ങൾ അങ്ങനെ പറഞ്ഞു കൊടുക്കുക എന്നുള്ളതല്ല. കുഞ്ഞുങ്ങൾ പല ഡൗട്ടുകൾ ചോദിക്കുന്ന സമയത്ത് അത് ക്ലിയർ ചെയ്യുന്ന രീതിയിലാവാം, അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുവട്ടത്ത് എന്തെങ്കിലും ഒരു ഇൻസിഡന്റ് നടക്കുന്ന സമയത്ത് അതിനെ കണക്ട് ചെയ്ത് പറഞ്ഞു കൊടുക്കുന്നതാവാം. അങ്ങനെ അങ്ങനെ ഓരോ പ്രായത്തിലും നമ്മൾ പല രീതിയിൽ ഓരോന്നിനെ കണക്ട് ചെയ്തും ഓരോ ഡൗട്ട് ക്ലാരിഫൈ ചെയ്തും അല്ലെങ്കിൽ നമ്മളായിട്ട് സിറ്റുവേഷൻ ഉണ്ടാക്കിയിട്ടും ഒക്കെയാണ് പറഞ്ഞു കൊടുക്കേണ്ടത്. ഇപ്പൊ ചെറിയ പ്രായത്തിൽ കുഞ്ഞുങ്ങൾ ചോദിക്കും, അമ്മ ഞാൻ എവിടുന്നാ വന്നേ? അത് അമ്മയുടെ വയറ്റിൽ നിന്നാ. ഇച്ചിരി കഴിയുമ്പോൾ ചോദിക്കും, എങ്ങനെ എന്നെ വയറ്റിൽ നിന്ന് പുറത്തെടുത്തു? അപ്പൊ പറയും, കട്ട് ചെയ്തിട്ടാണ് എടുത്തത്. കുറച്ച് നാൾ കഴിയുമ്പോൾ, ഇപ്പൊ ഈ റീസെന്റ് എന്റെ മോൻ എന്നോട് ചോദിച്ചൊരു ചോദ്യമാണ്, പിന്നെ അമ്മ അന്നത്തെ കാലത്ത് ഈ ബ്ലേഡും കത്രികയും ഒന്നും ഇല്ലായിരുന്നല്ലോ, പിന്നെ എങ്ങനെയാണ് അമ്മയുടെ വയർ കട്ട് ചെയ്തതെന്ന്. അപ്പൊ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ കുഞ്ഞുങ്ങളുടെ ഓരോ ചോദ്യങ്ങളുടെ ലെവൽ മാറുമ്പോൾ അവരുടെ മച്യൂരിറ്റി ലെവലിനനുസരിച്ച് നമുക്ക് കാര്യങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കാവുന്നതാണ്.
അതുപോലെ തന്നെ പീരിയഡ്സ് വരുമ്പോഴല്ല പറഞ്ഞു കൊടുക്കേണ്ടത്, അതിന് മുമ്പേ തന്നെ പറഞ്ഞു കൊടുക്കണം. അപ്പൊ ഇപ്പൊ കുഞ്ഞുങ്ങൾക്കൊക്കെ നേരത്തെ പീരിയഡ്സ് ആവുന്ന ഒരു കാലഘട്ടമാണ്. അപ്പൊ അതിന് മുമ്പേ തന്നെ പറഞ്ഞു കൊടുക്കണം. ആൻഡ് അത് പെമ്പിള്ളേർക്ക് മാത്രമല്ല പറഞ്ഞു കൊടുക്കേണ്ടത്, ആൺകുട്ടികളും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം സ്കൂളുകളിലും ഒക്കെ ഇങ്ങനെയുള്ള പല സന്ദർഭങ്ങളിലും ചിലപ്പോൾ അതൊക്കെ ആൺകുട്ടികൾ, ഇപ്പോൾ കുട്ടികളുടെ ദേഹത്ത് എന്തെങ്കിലും ബ്ലഡ് ആയതോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആൺകുട്ടികളും കാണുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടാകുന്ന സമയത്ത് പെട്ടെന്ന് പാനിക് ആവാതെ, അല്ലെങ്കിൽ ഇത് എന്താണെന്ന് അറിയാതെ ഒരു ഡൗട്ട് മനസ്സിൽ കൊണ്ട് നടക്കാതെ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഇത്തരത്തിലുള്ള എഡ്യൂക്കേഷൻസ് എല്ലാം കൊടുക്കണം. അവരുടെ പ്രൈവറ്റ് പാർട്സിന്റെ പേരുകൾ അവർ അറിഞ്ഞിരിക്കണം. അവരുടെ പ്രൈവറ്റ് പാർട്സിൽ ആർക്കൊക്കെ തൊടാൻ അവകാശമുണ്ട്, ആർക്കൊക്കെ നെയ്ക്കഡായിട്ട് അവരെ കാണാൻ അവകാശമുണ്ട്, അതൊക്കെ തന്നെ ഏത് പ്രായം വരെയാണ്, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് അവർക്ക് പറഞ്ഞു കൊടുത്തിരിക്കണം. ഇവരൊരിക്കലും റോങ് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിച്ചു വെക്കാനും പാടില്ല, റോങ് ആയിട്ടുള്ള രീതിയിൽ കാര്യങ്ങൾ മനസ്സിലാക്കാനും പാടില്ല. ഇപ്പൊ തന്നെ ഇന്റർനെറ്റിലാണെങ്കിൽ എല്ലാം അവൈലബിൾ ആണ്. ഏത് തരത്തിലുള്ള വീഡിയോസ്, ഫോൺ ആണെങ്കിലും അല്ലാത്തതാണെങ്കിലും ഒക്കെ അവൈലബിൾ ആണ്. എത്രത്തോളം റെസ്ട്രിക്റ്റഡ് ആയിട്ടാണ് ഇത് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നത്. അങ്ങനെ ഇനി വീട്ടിൽ റെസ്ട്രിക്റ്റഡ് ആണെങ്കിൽ പോലും കൂട്ടുകാരുടെ അടുത്ത് പോയിരുന്ന് അവരുടെ ഫോണിൽ നിന്ന് കാണാനുള്ള സാഹചര്യമുണ്ടോ? അപ്പൊ അങ്ങനെ ഇങ്ങനെ പല രീതികളിൽ കൂടി കുഞ്ഞുങ്ങൾ ഇങ്ങനത്തെ കാര്യങ്ങൾ അറിയാനുള്ള ഒരു സാഹചര്യമുണ്ട്. പക്ഷെ ഈ അറിയുന്നതെല്ലാം കറക്റ്റ് ആയിരിക്കണം എന്നില്ല. എന്തെങ്കിലും ഒന്ന് കണ്ടിട്ട് ഒരു കുഞ്ഞു മനസ്സിൽ അവർ ഇന്റർപ്രറ്റ് ചെയ്യുന്നതായിരിക്കും അവർ മറ്റു അടുത്തുള്ള കൊച്ചിനോട് പറയുന്നത്. അപ്പൊ അങ്ങനെ പല തെറ്റിദ്ധാരണ രീതിയിലായിരിക്കും ഈ വക കാര്യങ്ങളൊക്കെ മറ്റൊരു മാധ്യമത്തിലൂടെ കാണുമ്പോൾ കുഞ്ഞുങ്ങൾ മനസ്സിലാക്കുന്നത്. അതേസമയം നമ്മളത് പ്രോപ്പർ ആയിട്ടുള്ള രീതിയിൽ അതിന്റെ എഡ്യൂക്കേഷൻ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ കോൺസിക്വൻസസ്, ഇതിന്റെ നീഡ്, ഇതിന്റെ ഏജ് ലിമിറ്റ്, ഏതൊക്കെ പ്രായത്തിൽ എന്തൊക്കെ എങ്ങനെയൊക്കെ, അങ്ങനെയുള്ള പല പല കാര്യങ്ങളും നമുക്ക് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കാനായിട്ട് സാധിക്കും. അതിന് യാതൊരു നാണക്കേടും വിചാരിക്കേണ്ട കാര്യമില്ല. കുഞ്ഞുങ്ങൾ ഇത് അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. നമ്മൾ പറഞ്ഞു കൊടുത്തില്ലെങ്കിൽ അവരത് വെളിയിൽ നിന്നറിയും. അതും വളരെ ഏർലി ആയിട്ടുള്ള കുഞ്ഞിലത്തെ ഏജിൽ നിന്ന് തന്നെ അറിയും. കാരണം ഇപ്പൊ സ്കൂളുകളിലൊക്കെ പിള്ളേർ സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ഞെട്ടലുണ്ടാക്കുന്ന കാര്യങ്ങളാണ്. ഇത്രയും ചെറുപ്പത്തിൽ ഇതൊക്കെ പറയുമോ, ഇതൊക്കെ അറിയാമോ എന്നൊക്കെ നമ്മൾ ചിന്തിക്കുന്ന രീതിയിലാണ്. പല സാഹചര്യങ്ങളിൽ നിന്ന് വരുന്ന കുഞ്ഞുങ്ങളാണ്. അപ്പം എന്തായാലും തീർച്ചയായിട്ടും പലയിടത്തു നിന്നും കുഞ്ഞുങ്ങൾ ഇതൊക്കെ അറിയും. പക്ഷെ അത് റോങ് ആയിട്ടുള്ള രീതിയിലാവല്ല, കറക്റ്റ് ആയിട്ടുള്ള രീതിയിലാവണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ കൃത്യമായ രീതിയിൽ അവരെ എഡ്യൂക്കേറ്റ് ചെയ്യണം. അതുപോലെ തന്നെ ഓരോ പ്രായത്തിലുള്ള കുഞ്ഞുങ്ങളും അവരുടെ പ്രായത്തിനനുസരിച്ച് പല കാര്യങ്ങളും ചെയ്തേക്കാം. ചിലപ്പോൾ റോങ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തേക്കാം, സെക്സ് റിലേറ്റഡ് കാര്യങ്ങളാണെങ്കിലും ഒക്കെ. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഒരു സാഹചര്യത്തിൽ നമ്മളത് കണ്ടുപിടിക്കപ്പെടുന്ന സമയത്ത് നമ്മൾ അവരെ പെട്ടെന്ന് വഴക്ക് പറഞ്ഞ് വലിയൊരു പ്രശ്നം ഉണ്ടാക്കാതെ അതിനെ നല്ല രീതിയിൽ സോൾവ് ചെയ്യാൻ ശ്രമിക്കുക. ഇപ്പൊ ഇതിനോട് കണക്ട് ചെയ്ത് എനിക്കൊരു കാര്യം പറയാനുള്ളത്, ഞാനൊരു സൈക്കാട്രിക് സെറ്റിങ്ങിൽ ഒരു ഇന്റേൺഷിപ്പിന് പോയ സമയത്ത് ഒരു 16 ഇയേഴ്സ് ഉള്ള ഒരു മോനെയും കൊണ്ട് അമ്മയും അച്ഛനും അവിടെ വന്നു. അപ്പൊ അവര് പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവന് സെക്സിനോട് ഭയങ്കര താല്പര്യമാണ്. അപ്പോൾ ആ ഒരു പ്രശ്നമാണ്. അപ്പൊ അത് വഴക്ക് പറഞ്ഞ് പിന്നീട് അവൻ ഒരു ഡിപ്രഷൻ മൂഡിലേക്ക് പോയി, അച്ഛനെ തല്ലാൻ വരുന്നു, പ്രശ്നമാണെന്നൊക്കെയാണ് പറഞ്ഞത്. ഈ കൊച്ചനുമായിട്ട് കുറെ നല്ല രീതിയിൽ ഇടപഴകി കഴിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൻ ഇവന്റേതായിട്ടുള്ള ഒരു ഏജ് ആയപ്പോഴത്തേനും ഇവൻ മാസ്റ്റർബേറ്റ് ചെയ്യാൻ തുടങ്ങി. അത് ഒരിക്കൽ എങ്ങനോ, അപ്പൊ ഈ കൊച്ചിനെ ക്ലോസ് ആയിട്ട് വാച്ച്, ഒറ്റ മോനേ ഉള്ളൂ, അവൻ എന്ത് ചെയ്താലും അവനെ ഭയങ്കര ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പേരൻസ് ആണ്. വൈകിട്ട് ചൂടുവെള്ളത്തിലേ കുളിപ്പിക്കത്തുള്ളൂ, പാലേ കൊടുക്കുള്ളൂ, രാത്രി കിടക്കാൻ നേരം ഇപ്പോഴും കുഞ്ഞാന്നുള്ള രീതിയിൽ ഭയങ്കര ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ എങ്ങനെയോ ഇവരിത് കാണാനിടയായി. ഇതെന്തോ വലിയൊരു ക്രൈം ആണോ എന്ന് പറഞ്ഞിട്ട് ആ കൊച്ചനെ പിടിച്ചിട്ട് അടിക്കുകയും പ്രശ്നം ഉണ്ടാക്കുകയും ഒക്കെ ചെയ്ത് പിന്നീട് ആ രീതിയിൽ അതിനെ ട്രീറ്റ് ചെയ്യാൻ തുടങ്ങി. പിന്നീട് ബാത്റൂമിന്റെ വാതിക്കൽ പോയി നിൽക്കും ഇവര്, കതക് കുറ്റിയിടാൻ സമ്മതിക്കത്തില്ല, മൂത്രം ഒഴിക്കാൻ പോണെങ്കിലോ കുളിക്കാൻ പോണെങ്കിലോ. അത്തരത്തിലുള്ള രീതിയിലായി പിന്നീട് അവനോടുള്ള ഇടപെടലും ചെക്കിങ്ങും കാര്യങ്ങളും ഒക്കെ. ഇത് ഈ കൊച്ചിനെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് വല്ലാതെ ദേഷ്യം ഉണ്ടാക്കി, പ്രശ്നം ഉണ്ടാക്കി. അവന് മാനസിക പ്രശ്നം, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവന് മാനസികമായിട്ടൊരു സൈക്കാട്രിക് സെറ്റിങ്ങിൽ വരേണ്ട രീതിയിലുള്ള പ്രശ്നങ്ങളൊന്നും അല്ല. ഈ പ്രഷറും ദേഷ്യവും എല്ലാം കൂടെ കൂടി ഒരു ദിവസം അച്ഛനെ തല്ലി അവൻ. ആ ഒരു സാഹചര്യത്തിലാണ് പിടിച്ചു കെട്ടി ഇവിടെ കൊണ്ടുവന്നത്. അപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയൊരു കാര്യം, ആ ഒരു ഏജില് അതൊക്കെ നോർമലായിട്ട് നടക്കുന്ന കാര്യമാണ്. അപ്പൊ അതൊരു കുഞ്ഞ് ചെയ്യുന്നത് കണ്ട സമയത്ത് ഒന്നാമത്തെ പുറകെ നടന്ന് ഇത് അത്രത്തോളം പുറകെ നടക്കുക എന്ന് പറഞ്ഞാൽ ഇറിറ്റേറ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇനിയിപ്പോ അത് കണ്ടെങ്കിൽ പോലും അതിനെ ആ രീതിയിൽ മനസ്സിലാക്കി മുന്നോട്ട് പോവാതെ അതിനെ ഇത്തരത്തിലൊരു പ്രശ്നമാക്കി തീർത്തപ്പോൾ ആ കുഞ്ഞിന്റെ മാനസികാവസ്ഥ എങ്ങോട്ട് പോയി, അവന്റെ ഇപ്പോഴത്തെ സ്റ്റേജ് എന്തായി. അപ്പൊ അതൊക്കെ അതത് പ്രായത്തിൽ കുഞ്ഞുങ്ങൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും നമ്മൾ മോണിറ്റർ ചെയ്യുക തന്നെ വേണം. പക്ഷെ അതിനെ നമ്മളും കൂടെ കുറച്ച് മനസ്സിലാക്കിയിട്ട് പറഞ്ഞു കൊടുക്കേണ്ടതാണെങ്കിൽ പറഞ്ഞു കൊടുക്കുക. അതല്ല അവരുടെ ഏജിൽ നടക്കേണ്ട കാര്യമാണെങ്കിൽ അതിനെ അങ്ങനെ കണ്ടുവിടുക. അങ്ങനെയൊക്കെയുള്ള കുറെ കാര്യങ്ങൾ നമ്മൾ പാരന്റ്സ് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്.
അതുപോലെ തന്നെ പേരൻസ് തമ്മിലുള്ള സ്നേഹം കുഞ്ഞുങ്ങൾ കാണണം. അതിപ്പോ കിസ് ചെയ്യുന്നതാണേലും ഹഗ് ചെയ്യുന്നതാണേലും ഒന്നും കുഞ്ഞുങ്ങൾ കണ്ടാൽ ഒരു കുഴപ്പമില്ല. ഈ കിസ്സും ഹഗ്ഗും ഒന്നും സെക്സിലേക്ക് ലീഡ് ചെയ്യുന്ന ഒരു സംഭവമൊന്നും അല്ല എപ്പോഴും. അത് നമുക്ക് സ്നേഹം തോന്നുമ്പോൾ ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പം ലവും ലസ്റ്റും ഡിഫറെന്റ് ആണോ എന്നുള്ള കാര്യം കുഞ്ഞുങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കാനൂടെ ഇത് ഉപകരിക്കും. അല്ലാതെ ലവിലൂടെയാണ് ഇത്തരത്തിലുള്ള ഇമോഷൻസ് വരേണ്ടത്, അല്ലാതെ മറ്റൊരു രീതിയിലേക്ക് പോകേണ്ടതല്ല. മറ്റൊരു രീതിയിലേക്ക് പോയാൽ അതിന്റെ കോൺസിക്വൻസസ് ഇങ്ങനെയാണോ എന്നുള്ള പല കാര്യങ്ങളും കുഞ്ഞുങ്ങൾക്ക് ഡയറക്ട്ലി നമുക്ക് പറഞ്ഞു കൊടുക്കുന്നതിനെക്കാട്ടിലുപരി ഇൻഡയറക്ട്ലി ഇതിന്റെ ബ്യൂട്ടി, നമ്മുടെ തമ്മിലുള്ള ആ സ്നേഹത്തിന്റെ ബ്യൂട്ടി ഒക്കെ കാണുമ്പോൾ തന്നെ ആ ലവ്, ആ ഇമോഷൻ, അങ്ങനെയുള്ള കാര്യങ്ങൾ കുറെ കുഞ്ഞുങ്ങൾക്ക് പഠിക്കാനായിട്ട് സാധിക്കും. പിന്നെ ഇപ്പോൾ റീസെന്റ് കണ്ടില്ലേ, ഒരു ചെറിയ പ്രായത്തിലുള്ള ഒരു കുട്ടി പനി വന്ന് ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ പ്രഗ്നന്റ് ആയിരുന്നു, കുട്ടി മരിച്ചുപോയി എന്നൊക്കെ കേട്ടു. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഇൻസിഡൻസ് വരുന്ന സമയത്ത് ഇത് എന്തുകൊണ്ട് സംഭവിച്ചു, ഈ പ്രായത്തിൽ ഇത് സംഭവിക്കാൻ പാടില്ലാത്തതായിരുന്നു, അത് ആരുമായിട്ടായിരുന്നു അങ്ങനെ ഒരു റിലേഷൻ, അങ്ങനെ ഉണ്ടാവാൻ പാടില്ലായിരുന്നു, അത് അതിന്റെ തെറ്റായ കാര്യങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനത്തെ പല ഇൻസിഡൻസ് വരുമ്പോൾ നമുക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട് സാധിക്കും. അപ്പൊ കുഞ്ഞുങ്ങൾക്ക് റൈറ്റ് ഏതാ റോങ് ഏതാന്നുള്ള കാര്യം നമ്മൾ പേരൻസ് തന്നെ പറഞ്ഞു കൊടുക്കുകയും നമ്മളോട് എന്ത് തരത്തിലുള്ള ഡൗട്ട് ഉണ്ടെങ്കിലും അവർക്ക് നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഒരു ഫ്രീഡം നമ്മൾ കൊടുക്കുകയും ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു പരിധി വരെയൊക്കെ കുഞ്ഞുങ്ങളെ നല്ല രീതിയിൽ നമുക്ക് വളർത്തിയെടുത്തുകൊണ്ട് വരാനായിട്ട് സാധിക്കും. കുഞ്ഞുങ്ങൾക്ക് പ്രോപ്പർ സമയത്ത് സെക്ഷൽ എഡ്യൂക്കേഷൻ കൊടുക്കണം എന്നുള്ള എന്തോ ഒരു കാര്യത്തെപ്പറ്റി മുമ്പ് ഇതുപോലെ ഞാനൊരു വീഡിയോയിൽ സംസാരിച്ച സമയത്ത് എനിക്ക് അതിന് താഴെ വന്നൊരു കമന്റ് ആണ്, എന്നാ പിന്നെ കുഞ്ഞുങ്ങളുടെ മുന്നിൽ വെച്ച് ബാക്കി എല്ലാം കൂടെ അങ്ങ് കിടന്നുള്ളതും കൂടെ അങ്ങ് കാണിച്ചു കൊടുത്തു കൂടെ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കമന്റ്. അങ്ങനെ കമന്റ് ചെയ്യുന്നവരോട് പ്രത്യേകിച്ച് എനിക്കൊന്നും പറയാനില്ല. ആ രീതിയിൽ ചിന്തിക്കുന്നവരോട് ഈ ഒരു വീഡിയോ കണ്ടിട്ട് അവർക്ക് എന്തെങ്കിലും പ്രത്യേകിച്ച് മാറ്റം ഉണ്ടാവുമെന്നോ പ്രയോജനം ഉണ്ടാവുമെന്നോ ഒന്നും എനിക്ക് തോന്നുന്നില്ല. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, നോളജ് ഒരിക്കലും കുഞ്ഞുങ്ങളെ ഡിസ്ട്രോയ് ചെയ്യത്തില്ല, അത് അവരെ എംപവർ ചെയ്യത്തേ ഉള്ളൂ. ഈ കാര്യത്തിലുള്ള നോളജ് മാത്രം കുഞ്ഞുങ്ങൾ അറിഞ്ഞാൽ മതി, ഇതിനെപ്പറ്റി മാത്രം കുഞ്ഞുങ്ങൾ അറിഞ്ഞാൽ മതി, അതിനെപ്പറ്റി അറിയാൻ പാടില്ല, അങ്ങനെയൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. സൂര്യന്റെ കീഴെയുള്ള എന്ത് കാര്യങ്ങളെക്കുറിച്ചും കുഞ്ഞുങ്ങൾക്ക് സംശയം ഉണ്ടാവും, അവർക്ക് അറിയാനുള്ള അവകാശമുണ്ട്, ആഗ്രഹം ഉണ്ടാവും. അപ്പൊ ആ കാര്യങ്ങളൊക്കെ അതാത് പ്രായത്തിൽ അതെങ്ങനെയാണ് കൊടുക്കേണ്ട രീതിയിൽ ആ രീതിയിൽ കൊടുക്കാൻ നമ്മൾ പേരൻസ് ബാധ്യസ്ഥരാണ്. അല്ലാന്നുണ്ടെങ്കിൽ കുഞ്ഞുങ്ങൾ അത് പുറത്തുനിന്ന് അറിയാൻ ശ്രമിക്കുകയും അല്ലെങ്കിൽ തെറ്റായ കാര്യങ്ങൾ പഠിച്ചു വെച്ചിട്ട് പല രീതിയിൽ റോങ് ആയിട്ട് പോവുകയും ഒക്കെ ചെയ്യും. അപ്പം നമ്മുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത് നമ്മൾ തീർച്ചയായിട്ടും ചെയ്യണം. സമയാസമയങ്ങളിൽ കൃത്യമായിട്ടുള്ള സെക്ഷൽ എഡ്യൂക്കേഷൻ അതാത് രീതിയിൽ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുക തന്നെ വേണം. അത് നമ്മുടെ പേരൻസിന്റെ ഉത്തരവാദിത്തമാണെന്ന് ഓരോരുത്തരും മനസ്സിലാക്കി ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ കുഞ്ഞുങ്ങളുടെ പല രീതിയിലുള്ള മാനസിക സംഘർഷങ്ങൾ കുറയ്ക്കാനും പല രീതിയിൽ വഴിതെറ്റി പോകുന്നതൊക്കെ നമുക്ക് തടയാനായിട്ട് സാധിക്കും. എൻ്റെ പേര് ജൂബി സാം. എല്ലാവർക്കും ശുഭദിനം നേരുന്നു.